കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് തത്സമയം ചേരുന്നത്. റഹീസ്, കണ്ണൂരിൽ ഇപ്പോൾ 43% കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന പോളിംഗ് ശതമാനം. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ 43% ശതമാനം എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ മാറും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ വരുന്നത്. ഈ 43 എന്നുള്ളത് ഉറപ്പായും ഒരു 50-നോടടുത്ത സംഖ്യയിലേക്ക് അടുത്ത നിമിഷങ്ങളിൽ തന്നെ മാറും, ആ ഒരു ശതമാന കണക്കിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ സൗത്ത് ബസാറിലെ ഒരു ബൂത്തിലാണുള്ളത്. സൗത്ത് ബസാറിലെ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലെ ബൂത്താണിത്. സാമാന്യം നല്ല തിരക്ക് തന്നെ ഇവിടെ ആദ്യത്തെ ബൂത്തിലുണ്ട്. രണ്ടാമത്തെ ബൂത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു 10 പേർക്കകത്താണെങ്കിൽ ഇവിടെ ഒരു 35-ലധികം പേർ. അങ്ങനെ നോക്കിയാൽ 2 ബൂത്തിലായ ഒരു 50ഓളം പേർ ഈ ഉച്ചയ്ക്കും വോട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ എത്താത്തൊരു സമയം കൂടിയാണ് ഉച്ചയ്ക്ക്. പക്ഷേ ഇവിടെ സ്ത്രീകളടക്കം ഉച്ചയ്ക്ക് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിൽ വോട്ടിംഗ് ശതമാനം കൂടേണ്ടതായിട്ടുണ്ട്. 40ഓടടുത്ത പോളിംഗ് ആണ്, ശതമാന കണക്കുകളാണ് ഏറ്റവും അവസാനമായി വന്നത്. അപ്പോൾ ആ കണക്കുകൾ ഉയരണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വലിയ പോളിംഗ് ഉണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടികൾ നടത്തുന്നുണ്ട്. കാരണം ഉച്ചയ്ക്ക് അവർ ആ ലിസ്റ്റ് പരിശോധിച്ച് പിന്നീട് ഏതൊക്കെ വോട്ടർമാർ എത്തിയിട്ടില്ല, അവർ സ്ഥലത്തുണ്ടോ, ഉണ്ടെങ്കിൽ അവരെ എത്തിക്കാനുള്ള നടപടികൾ ഇതൊക്കെയും കൈക്കൊള്ളുന്നൊരു സമയം കൂടിയാണ്. എന്തായാലും ഇവിടെ ഈ ഒരു ബൂത്തിൽ ഇപ്പോൾ ഒരു ബൂത്തിൽ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഒരു 40ഓളം പേർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണൂരിൽ ആകെ ഒരു 50% അടുത്ത തരത്തിലാകും ഈ പോളിംഗ് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിൽ മുഹമ്മദ് റഹീസ്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് 48.67% എന്നതാണ്. അതായത് 50ലേക്ക് അടുത്തിരിക്കുന്നു എന്ന തരത്തിൽ ഏറ്റവും പുതിയ കണക്ക് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം. തൃശ്ശൂരിൽ 48.97, പാലക്കാട് 50.87, മലപ്പുറത്ത് 52.05, കോഴിക്കോട് 50.48%, വയനാട് 49.95, കണ്ണൂർ 48.67, കാസർഗോഡ് 49.08 എന്നതാണ്. അതായത് ഏറ്റവും ഉയർന്ന പോളിംഗ് മലപ്പുറത്ത് തന്നെയാണ് ഇപ്പോഴും. തൊട്ടു പിന്നിൽ പാലക്കാട് ജില്ലയുണ്ട്, ഒപ്പം തന്നെ കോഴിക്കോടുമൊക്കെ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് എന്നതാണ്. തൃശ്ശൂരിലും ഉയർന്ന പോളിംഗ് തന്നെയാണ്. ഏതായാലും എല്ലായിടത്തും ചില ജില്ലകളിൽ 50% കടന്നിരിക്കുന്നു, മറ്റു ചില ജില്ലകൾ 50-ന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഉച്ചയ്ക്കുള്ള കണക്ക്. ഇപ്പോഴും നല്ല തിരക്ക് എല്ലാ ബൂത്തുകളിലും തന്നെ പലയിടങ്ങളിൽ കാണുന്നുണ്ട് എന്നതാണ്. കാസർഗോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാസർഗോഡ് 50% അടുത്തിരിക്കുന്നു എന്നതാണ്. 49.08%. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.